ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നിവു. സോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പൂരം സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പൂരാണ് തെച്ചിക്കോട്ട. അപ്പോൾ ഇന്നും നാളെ ഒന്നും ഞാൻ പോണില്ല. പിന്നെ എൻ്റെ എക്സാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. മറ്റൊന്ന് എൻ്റെ എക്സാമാണ് കേട്ടോ. അപ്പോൾ 3 ദിവസം ലീവ് ഉണ്ട്, സ്റ്റഡി ലീവും കാര്യങ്ങളൊക്കെ ആയിട്ട്. 2 ദിവസം ഞാൻ ലീവ് എടുത്താണ്. അപ്പോൾ നമ്മൾ മുകളിൽ മാലബൾബൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ വേലയ്ക്ക് നമ്മളത് താഴ്ത്തിയിടും കേട്ടോ മാലബൾബൊക്കെ. പിന്നെ വീട് ഫുൾ പെയിൻ്റ് അടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മ ഇന്നലെ കുറേ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആകുമ്പോഴേക്കും അത് കഴിഞ്ഞു, ഉണ്ണിയപ്പം ഫുൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കുറേ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യത്തിന് കുറച്ച് സാധനങ്ങളുണ്ട്. ബീഫ്, പിന്നെ ചിക്കൻ, മീൻകറി, സർലാസ്, അച്ചാർ, കാളൻ, പിന്നെ ബീൻസ്. പിന്നെ നമ്മൾ 2 നേരം മേടിച്ചു കിട്ടാ. രാവിലെ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു, രാത്രിയും കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നാശാന്ന് വിചാരിച്ചിട്ട് നമ്മൾ രാത്രിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തീർത്തോസൊക്കെ ഉണ്ട്. ഇത് എൻ്റെ പൂരം സ്പെഷ്യൽ വീട്ടിലുള്ള ഡ്രസ്സാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ടൈം വന്നിട്ടൊരു 4, 5, 6 ഒക്കെ ആയിട്ടുണ്ട്. 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാലബൾബ് ഇങ്ങനെ ഇട്ടു കൂട്ടാം. അങ്ങനെ ലൈറ്റ് ഒന്ന് കത്തിച്ച് നോക്കിയതാണ്. അങ്ങനെ പിന്നെ ഗൈസ് പിന്നൊന്നുമില്ല, വേറൊന്നുമില്ല. അപ്പോൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കിയതാ, അല്ലെങ്കിൽ ഇനി വർക്കാവുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് നല്ല ഇഷ്ടമായിട്ടാ. അപ്പോൾ നമ്മൾ മേലൊക്കെ കഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് അടിപൊളിയായത്. രാത്രി ഒന്നുകൂടിയും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നീലയും വെള്ളയുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയും ഈ വീടിന് കുറച്ചും കൂടി നല്ല രസമുണ്ട്. ഈ കളറ് മാച്ചായി പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമായി. ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും രാത്രി ഞാൻ പറഞ്ഞല്ലോ ഒന്നുകൂടിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ്, അപ്പോൾ ഇത് ഞങ്ങളുടെ ആൻറ്റിയുടെ മോളാണ്. ആള് UKGയിലാണ് കേട്ടോ. നല്ല ആക്റ്റീവാണ്, നല്ല ഇതാണ്, ഫുൾ നല്ല ടോക്കറ്റീവാണ് ആള്. ഫുൾ ചിരിയും കളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി ഒരു 10:30 ആയപ്പോൾ ഞാനും അമ്മയും അച്ഛനും ഉണ്ണിയും പിന്നെ വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു. നാളെ പോവും, മീൻസ് ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് പോവും. വേലയുടെ ദിവസം പോവും രാവിലെ. അപ്പോൾ അമ്പലത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടുത്തെ മീൻസ് പറമ്പും കാര്യങ്ങളൊക്കെ അടിപൊളി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ പോയപ്പോൾ രാത്രി എന്തൊക്കെയോ കൊട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തതാണ്. ഇത് എന്താ കറക്റ്റ് എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഫുൾ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം നെക്കാട്ടും അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. കഴിഞ്ഞ വർഷം നല്ല അടിപൊളി തന്നെയായിരുന്നു. പിന്നെ രാത്രിയായി, ഞങ്ങളതിന് തിരിച്ച് നടക്കുകയാണ്. ഫുൾ മാലബൾബൊക്കെ ഉണ്ടായിരുന്നു വഴിയിൽ. ഗൈസ്, അപ്പോൾ ഇത് മിനി പൂരമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരത്തിൻ്റെ തലേ ദിവസം നമ്മുടെ ടീം തന്നെ ഇറക്കുന്നതാണ്. ഞങ്ങളുടെ ടീമിൻ്റെ പേര് മുണ്ടയൂരപ്പൻ എന്നാണ്. അപ്പം ഞങ്ങളുടെ ആ ഒരു ക്ലബിൻ്റെ ഇറക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ചില്ലിങ് ആണ് ഗൈസ്. ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ദിവസമായിട്ടുണ്ട്, നമ്മുടെ വേലയുടെ ദിവസമായിട്ടുണ്ട്. ഇന്നാണ് നമ്മൾ വേല കൊണ്ടുപോകുന്നത്, ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട്. അപ്പം രാവിലെ ഞങ്ങൾ അമ്മായിയുടെ വീട്ടിൽ പോവാണ്. ഞങ്ങളുടെ പൂരത്തിൻ്റെ പിറ്റേ ദിവസം തന്നെയാണ് അമ്മായിയുടെ വീട്ടിലെ പൂരം. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സാണ്, ഇത് എൻ്റെ പൂരത്തിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ മോതിരമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിൻ പോകുന്നതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അങ്ങനെ നമ്മൾ അമ്മായിയുടെ അവിടേക്കൊക്കെ പോയി വന്നു. ഇതാണ് നമ്മുടെ ഡ്രസ് കോഡ് ഗൈസ്. നല്ല അടിപൊളി തീമുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ ഫുൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പോർട്രേറ്റ് ആയിട്ടാട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആണിങ്ങനെ.
ഇപ്പം നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ടീം തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോപ്പർ ആർമി ഉണ്ടായിരുന്നു, പിന്നെ എന്താ പറയുക തെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ നാസിക് ഡോള്, പിന്നെ എന്താ പറയുക പിന്നെ ഗരുഡനാട്ടം, അതായത് കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത്ര തന്നെയാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഗരുഡനാട്ടം അടിപൊളിയായിരുന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ പാനിപൂരി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടു, ഞങ്ങൾ പോകുമ്പോൾ ഇടാൻ മറന്നു, അപ്പം ഇപ്പം ഇട്ടു. പിന്നെ ആ പോപ്പറിൻ്റെ സംഭവങ്ങളൊക്കെ വീടിൻ്റെ അവിടേക്ക് ആയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് വീടായതുകൊണ്ട് ഇങ്ങനെ പറന്നിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഈ പേപ്പർ കട്ടിങ്സൊക്കെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സോ ബൈ.